നമസ്കാരം. കൊടിക്കുന്നിൽ സുരേഷിനെ ലോക്സഭയുടെ പ്രോടൈം സ്പീക്കറായി തെരഞ്ഞെടുത്തു. മാവേലിക്കര മണ്ഡലത്തിന്റെ നിയുക്ത എംപി ആയ കൊടിക്കുന്നിൽ സുരേഷിന്റെ അധ്യക്ഷതയിലായിരിക്കും എംപിമാരുടെ സത്യപ്രതിജ്ഞ നടക്കുക. പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് രാഷ്ട്രപതിയുടെ മുന്നിൽ കൊടിക്കുന്നിൽ സുരേഷ് സത്യപ്രതിജ്ഞ ചെയ്യും. പുതിയ സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നവരെ സ്പീക്കറുടെ ചുമതലകൾ നിർവഹിക്കുന്നത് കൊടിക്കുന്നിൽ ആയിരിക്കും. 10,000-ലേറെ വോട്ടുകൾക്കാണ് 2024 മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് ജയിച്ചത്. മണ്ഡലത്തിലെ സിറ്റിംഗ് എംപിയായ കൊടിക്കുന്നിൽ 10ാമത്തെ തവണയാണ് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത്. 7 തവണ വിജയിച്ചു. 27 വർഷം ലോക്സഭയിൽ അംഗമായിരുന്നു. 61,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് മാവേലിക്കയിൽ നിന്ന് 2019 കൊടിക്കുന്നിൽ സുരേഷ് വിജയിച്ചത്. 2012 ഒക്ടോബർ 28 നടന്ന 2ാം മൻമോഹൻ സിംഗ് മന്ത്രിസഭ പുനഃസംഘടനയിൽ കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രിയും ആയിരുന്നു. 1989 മുതൽ 1998 വരെയും 2009 മുതൽ തുടർച്ചയായും ലോക്സഭയിലെ അംഗമാണ്. AICC അംഗമായ കൊടിക്കുന്നിൽ സുരേഷ് KSUവിലൂടെയാണ് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത്. 1983 മുതൽ 1997 വരെ KSU സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്നു. 1987 മുതൽ 1990 വരെ KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ചുമതലയും അദ്ദേഹം വഹിച്ചിരുന്നു. 2018 മുതൽ KPCC വർക്കിംഗ് വൈസ് പ്രസിഡന്റാണ്. 1998, 2004 വർഷങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ അടൂരിൽ നിന്ന് മത്സരിച്ചെങ്കിലും CPIയുടെ ചങ്ങറ സുരേന്ദ്രനോട് പരാജയപ്പെട്ടു. 2009 തെരഞ്ഞെടുപ്പിൽ മാവേലിക്കര സംവരണ സീറ്റിൽ നിന്ന് വിജയിച്ചുവെങ്കിലും വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെന്നും പട്ടികജാതിക്കാരനായി കണക്കാക്കാൻ ആവില്ലെന്നും കണ്ടെത്തി ജയം അസാധുവാക്കി ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചു. 2011 മെയ് 12 സുപ്രീം കോടതി വിധി അസാധുവാക്കി. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഗവൺമെൻറ് ലോ കോളേജിൽ നിന്ന് നിയമബിരുദവും നേടി.